31 വയസ്സുള്ള ഡെൻവർ സ്വദേശിയായ ആൻഡ്രൂ സ്പീക്കർ എന്ന അമേരിക്കൻ യുവ അഭിഭാഷകൻ അടുത്ത കാലത്ത് തൻ്റെ വിവാഹം ഗ്രീസിൽ വെച്ച് ആഘോഷിച്ചു. മധുവിധു ഇറ്റലിയിലും കൊണ്ടാടി. അമേരിക്കക്കാരവരുടെ വിവാഹം ഹിമാലയത്തിൽ വെച്ചോ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ വെച്ചോ അല്ല പാരച്യൂട്ടിൽ ഇറങ്ങി ആകാശത്ത് നിന്നോ നടത്തുന്നതിൽ ഇന്ന് വലിയ വാർത്താ പ്രാധാന്യമൊന്നുമില്ല. എന്നാൽ അമേരിക്കയിലെ ദൃശ്യപത്ര മാധ്യമങ്ങളെല്ലാം ഇയാളുടെ വിവാഹത്തിന് മുമ്പ് ഇയാൾ ചെയ്ത വിമാനയാത്രയ്ക്കും ഒരു ഭീകര പരിവേഷം നൽകുകയുണ്ടായി. ഇയാൾ ഭീകരനല്ല, ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയായിരുന്നിട്ടില്ല. ക്ഷയരോഗവുമായി വിമാനയാത്ര നടത്തി എന്ന ഏക കുറ്റമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അയാളോടൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന 487 യാത്രക്കാരെയും ഇന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കാർക്കെങ്കിലും ഇയാളിൽ നിന്ന് ക്ഷയരോഗം പകർന്നിട്ടുണ്ടോ എന്നറിയാൻ. ഇത്രമാത്രം ഭയപ്പെടാൻ എന്തിരിക്കുന്നു? ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ 3-1 ക്ഷയരോഗാണുക്കൾ എന്നെങ്കിലും പകർന്നു കാണും എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക്. ഇവരിൽ 90% ആളുകൾക്കും ക്ഷയരോഗാണുക്കൾ ഉള്ളിലുണ്ടെങ്കിലും ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. നമ്മുടെ ഡെൻവർകാരനായ യുവ അഭിഭാഷകൻ ഉണ്ടാക്കിയ ഒച്ചപ്പാടിനെല്ലാം കാരണം XDR-TB, എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം ക്ഷയരോഗമാണ് ഇയാൾക്കുണ്ടായിരുന്നത് എന്നാണ്. ചികിത്സിക്കുവാനും സുഖപ്പെടുത്തുവാനും വളരെ പ്രയാസമുള്ള അപകടകരമായ ഒരു ക്ഷയരോഗമാണ് ഇത്. പ്രയാസം കൂടാതെ ചികിത്സിച്ച് സുഖമാക്കാവുന്ന സാധാരണ ട്യൂബർക്കുലോസിസ് എങ്ങനെ ഇങ്ങനെ എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആയി തീരുന്നു എന്ന് നോക്കാം. TB അല്ല, ഏത് രോഗത്തിനും ഡ്രഗ് റെസിസ്റ്റന്റ് ഉണ്ടാകുവാൻ കാരണം 2 കൂട്ടം ആൾക്കാരാണ്. 1 രോഗികൾ, 2 ഡോക്ടർമാർ. രോഗികളുടെ അനാസ്ഥ കാരണം പലപ്പോഴും രോഗം പൂർണ്ണമായി ചികിത്സിക്കാതെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ശ്രദ്ധക്കുറവോ വിവരക്കുറവോ കാരണം ക്ഷയരോഗത്തിനുള്ള മരുന്നിന്റെ ഡോസ് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചികിത്സ പൂർണ്ണമായി യഥാകാലം പൂർത്തീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുക. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, പാമ്പിനെ അടിക്കുന്നെങ്കിൽ കൊല്ലണം, അല്ലാതെ നോവിച്ചു വിടരുതെന്ന്. ഇക്കാര്യത്തിൽ പാമ്പിനേക്കാൾ അപകടകാരികളാണ് അപൂർണമായി മരുന്ന് ചികിത്സ ഏൽക്കുന്ന TB ബാസിലകളും. ഈ ബാസിലകൾ പൂർണ്ണമായി ഉപയോഗിച്ച മരുന്നുകൾക്ക് അപൂർണമാണെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടായിത്തീരുന്നു. ആ മരുന്നുകൾ ഉപയോഗശൂന്യമായിത്തീരുന്നു. ഈ രോഗിയിൽ നിന്ന് ക്ഷയരോഗം പകരുന്ന മറ്റു രോഗികൾക്കും അവരുടെ TB ഈ മരുന്നുകൾക്ക് റെസിസ്റ്റന്റ് ആയിരിക്കും. സാധാരണ ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന ആദ്യ നിരയിൽപ്പെട്ട സുപ്രധാനമായ 2 മരുന്നുകളാണ് ഐസോനിയാസിഡും റിഫാംപിസിനും. ഈ 2 മരുന്നുകൾക്കും റെസിസ്റ്റന്റ് ആയി കഴിയുമ്പോൾ അത്തരം TBകളെ, ക്ഷയരോഗത്തെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB MDR-TB എന്ന് വിളിക്കും. ഈ മരുന്ന് കഴിഞ്ഞാൽ 2ാം നിരയിൽ 6 ക്ലാസ് മരുന്നുകൾ കൂടി ഡോക്ടർമാരുടെ ആവനാഴിയിലുണ്ട്. എന്നാൽ 1ാം നിരയിൽപ്പെട്ട മരുന്നുകളെക്കാൾ ഈ 2ാം നിരയിൽപ്പെട്ട മരുന്നുകൾ അപകടം പിടിച്ചതും ടോക്സിസിറ്റി ഉള്ളതുമാണ്. എന്നാൽ 2ാം നിരയിൽപ്പെട്ട മരുന്നുകളും ദുരുപയോഗപ്പെടുത്തി കഴിയുമ്പോഴാണ് എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് TB XDR-TB ഉണ്ടാകുന്നത്. ഇന്ന് TBക്ക് ഇത്തരം TBകളെ ചികിത്സിക്കുക വളരെ പ്രയാസമാണ്. ഈ രോഗികളിൽ അധികം പേരും, അതായത് എക്സ്ട്രീംലി ഡ്രഗ് റെസിസ്റ്റന്റ് TB ഉണ്ടായിട്ടുള്ള രോഗികളിൽ അധികം പേരും, പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് കുറവുള്ളവർ, പ്രായാധിക്യമുള്ളവർ, അല്ലെങ്കിൽ HIV പോലുള്ള രോഗങ്ങളുള്ളവർ, ഇവർ വളരെ വേഗം മരിച്ചു പോകുന്നു. നമ്മുടെ ഡെൻവർകാരനായ യുവ അഭിഭാഷകനും ഉണ്ടായിരുന്നത്
ഇത്തരം XDR TB ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ കീഴിൽ മുമ്പുണ്ടായിരുന്ന ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരം TB ഇന്ന് കൂടുതലായി കാണുന്നു. ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് പുതുതായി ഉണ്ടാകുന്ന TBയിൽ 3% മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ആണെന്ന് കാണുന്നു. ഇവരിൽ നിന്നും TB പകരുന്നവർക്കും ചികിത്സിക്കുവാൻ പ്രയാസമുള്ള ഇത്തരം TB ആണ് ലഭിക്കുന്നത്. വളരെ അപകടം പിടിച്ചതും പൊതുജന ബോധവൽക്കരണം ആവശ്യവുമായ ഒരു വിഷയമാണിത്. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ മിക്ക ബാക്ടീരിയൽ രോഗങ്ങളെയും ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ച് നാം കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആന്റിബയോട്ടിക്സിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. ഡോക്ടർമാരും രോഗികളും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കൽ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രോങ്കൈറ്റിസിന് ചികിത്സിക്കുവാൻ ഞാൻ എൻ്റെ ഒരു രോഗിക്ക് സ്വല്പം വില കൂടിയ ഒരു ആന്റിബയോട്ടിക്സിന്റെ 10 ക്യാപ്സ്യൂൾസ് കുറിച്ചു കൊടുത്തു. ദിവസം ഓരോ ക്യാപ്സ്യൂൾ വീതം 10 ദിവസം കഴിക്കണം. പിന്നീട് കുറച്ച് നാളത്തേക്ക് രോഗിയെപ്പറ്റി ഒരു വിവരവും എനിക്ക് ലഭിച്ചിരുന്നില്ല. 6 മാസങ്ങൾക്ക് ശേഷം മറ്റെന്തിനോ ഇയാൾ എന്നെ വന്നു കണ്ടു. പഴയ ബ്രോങ്കൈറ്റിസിനെ പറ്റി ഞാൻ അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, ഡോക്ടർ അന്ന് തരുന്ന മരുന്ന് വളരെ ഉഗ്രമായിരുന്നു. ഓരോ ക്യാപ്സ്യൂൾ വീതം 3 ദിവസം കഴിച്ചപ്പോൾ എൻ്റെ രോഗം പരിപൂർണമായി മാറി. പിന്നെ മരുന്ന് കഴിക്കേണ്ടി വന്നില്ല. പിന്നീട് എൻ്റെ ഭാര്യയ്ക്ക് അസുഖമുണ്ടായപ്പോൾ അവൾക്കും ഞാൻ ആ മരുന്ന് കൊടുത്തു. അവളും 3 ദിവസം കഴിച്ചപ്പോഴേക്കും പരിപൂർണമായി സുഖമായി. അങ്ങനെ 6 ഗുളിക കഴിഞ്ഞ് ബാക്കി 4 ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രേക്ഷകര് ആയ ആൾക്കാർ ദയവായി ഒരു കാര്യം ചെയ്യണം. എൻ്റെ ഈ രോഗിയെ പോലെ ആയിരിക്കരുത്. നിങ്ങളുടെ ഡോക്ടർ ഒരു ആന്റിബയോട്ടിക്സ് കുറിച്ചു തന്നാൽ നിങ്ങളുടെ രോഗം, അതിൻ്റെ ലക്ഷണങ്ങൾ പരിപൂർണമായി മാറിയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിശ്ചിത കോഴ്സ് പൂർണ്ണമാക്കുക. പാമ്പിനെ പോലെ ബാക്ടീരിയകളെയും നോവിച്ച് കൊല്ലാതെ വിടരുത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളിൽ നിന്ന് ഈ രോഗം പകരുന്ന നിങ്ങളുടെ അയൽക്കാർക്കും അപകടകരമായിത്തീരും. നമ്മുടെ XDR TB ഉണ്ടായിരുന്ന ഡെൻവർകാരൻ അഭിഭാഷകന്റെ കഥയിലേക്ക് അല്പം കൂടി തുടരാം. അമേരിക്കയുടെയും യൂറോപ്പിലെയും രാജ്യ സുരക്ഷാ വിഭാഗങ്ങളെയും ഇന്റർപോൾ പോലീസിനെയും ഇയാളെ കുറിച്ച് അലേർട്ട് ചെയ്തപ്പെട്ട് അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവരുടെ എല്ലാം വലയിൽപ്പെടാതെ അയാൾ റോമിൽ നിന്ന് പ്ലെയിനിൽ കയറി കാനഡയിൽ വന്നിറങ്ങി. അവിടെ നിന്ന് കാറിൽ ഡെൻവറിലെത്തി പോലീസിന്റെ മുൻപിൽ സ്വയം എത്തിയപ്പോഴാണ് അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം അയാൾ എവിടാണെന്നറിയുന്നത്. ബിൻ ലാദനെ ഇതുവരെ കണ്ടുപിടിക്കാഞ്ഞതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? നമ്മുടെ യുവ അഭിഭാഷകനും നവവധുവും ഇറ്റലിയിൽ മധുവിധു ആഘോഷിക്കുന്ന പടങ്ങളും പത്രത്തിൽ കണ്ടു. മധുവിധു വേളയില് നിയമം അനുശാസിക്കുന്നത് പോലെ മറ്റാർക്കും രോഗം പകരാതിരിക്കാൻ മൂക്കും വായും മൂടുന്ന മാസ്ക് ധരിച്ചിരിക്കുന്നതായി കണ്ടു. നവവധുവിനെ ഇങ്ങനെ മുഖം മൂടി ധരിച്ചുകൊണ്ട് അയാൾ ചുംബിച്ചു എന്ന് മാത്രം വാർത്തയിലൊന്നും കണ്ടില്ല. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.